നമസ്കാരം. അതിജീവിത പറഞ്ഞത് ചിലപ്പോഴൊക്കെ ശരിയാണ്. നീതി എല്ലാവർക്കും ഒരുപോലെയല്ല. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തോടാണ്. ഇതിനു മുൻപും നിരവധി പീഡനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഈ അതിജീവിതമാരോടൊപ്പം ഇത്ര ആത്മാർത്ഥതയോടെ ആരും നിന്നിട്ടില്ല. പക്ഷേ നടിയെ ആക്രമിച്ച സംഭവത്തിൽ അതല്ല സ്ഥിതി. പോകുന്നവരും വരുന്നവരും ഭാഗ്യം കെട്ടവരും പക്ഷം പിടിക്കുന്നവരുമൊക്കെ അതിജീവിതയുടെ പക്ഷത്താണ് എന്ന് ഇവർ പറയുന്നെങ്കിലും ദിലീപിനെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വിധി വന്നതിനു ശേഷം ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞു. ദിലീപിനെ അവഹേളിക്കുന്നതല്ലാതെ ഈ കഥയിലെ യഥാർത്ഥ മാഡത്തിനെ കണ്ടെത്തണമെന്നോ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നോ ഇവരാരും ആവശ്യപ്പെടുന്നില്ല. ഇവരുടെ ആവശ്യം ദിലീപിനെ തൂക്കിലേറ്റുക എന്നുള്ളതാണ്. ഇന്ന് ദിലീപിൻ്റെ പുതിയ സിനിമ റിലീസ് ചെയ്യുകയാണ്. അതിനെ തകർക്കാനുള്ള ശ്രമം ദിവസങ്ങൾക്ക് മുൻപേ ഇവർ തുടങ്ങിക്കഴിഞ്ഞു. KSRTC ബസ്സിൽ ദിലീപിൻ്റെ സിനിമ പ്ലേ ചെയ്തെന്ന് പറഞ്ഞ് ഒരു പെണ്ണുപിള്ള ഉറഞ്ഞു തുള്ളിയതും ആ സിനിമ നിർത്തിവയ്പ്പിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കേസിലെ ഒന്നാം പ്രതിയായ ക്രിമിനലിൻ്റെ മൊഴി മാത്രം മുഖവിലേക്കെടുത്ത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8ാം പ്രതിയാക്കപ്പെട്ട ഒരാൾ 86 ദിവസത്തോളം അയാൾ ജയിലിൽ കിടക്കുന്നു. അയാളുടെ തൊഴിൽ മേഖലയിലെയും കുടുംബജീവിതത്തിലെയും 8 വർഷങ്ങൾ തിരിച്ചു കിട്ടാനാവാത്ത വിധം തകർത്തു കളഞ്ഞിരിക്കുന്നു. എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ വേട്ടയാടാമോ അങ്ങനെയെല്ലാം വേട്ടയാടുന്നു. അയാളെ കൊടുക്കാൻ കള്ളസാക്ഷികളെപ്പോലും കെട്ടിയിറക്കിയിരിക്കുന്നു. മാധ്യമങ്ങളും പോലീസും പണം വാങ്ങി കുരയ്ക്കുന്ന മനുഷ്യമൃഗങ്ങളും അയാളെ കൊല്ല ചെയ്യുന്നു. ഒടുവിൽ തെളിവുകളില്ലെന്നു കണ്ട് കോടതി അയാളെ വിട്ടയക്കുന്നു. പക്ഷേ എന്നിട്ടും അയാളെ വിടുന്നില്ല. ഇന്ത്യയിലെന്നല്ല ലോകത്തെ ഏതെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ദിലീപിനെ പ്രതിയാക്കിയത്. അല്ലാതെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുമായിരുന്നല്ലോ. പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ പ്രതിയാക്കാമെങ്കിൽ കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ്റെ വെളിപ്പെടുത്തലിലും അന്വേഷണം നടത്താമായിരുന്നല്ലോ. എന്തുകൊണ്ട് മാർട്ടിൻ്റെ മൊഴി വിശ്വാസത്തിലെടുത്തുകൂടാ? താൻ കൊടുത്ത മൊഴിയെക്കുറിച്ച് അന്വേഷണമേ നടന്നിട്ടില്ല എന്നാണ് മാർട്ടിൻ പറയുന്നത്. പൾസർ സുനി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. എന്നാൽ മാർട്ടിൻ ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് അയാൾ അവകാശപ്പെടുന്നുണ്ട്. അയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി പോലീസും പറയുന്നില്ല. വിധി വന്ന ദിവസങ്ങളോളം മിണ്ടാതിരുന്ന അതിജീവിത പിന്നീട് ഫേസ്ബുക്കിൽ വൈകാരികമായൊരു പോസ്റ്റ് ഇടുന്നു. അത് കഴിഞ്ഞ് 1-2 മണിക്കൂറുകൾക്കുള്ളിൽ മഞ്ജു വാര്യരും പോസ്റ്റ് ഇടുന്നു. യഥാർത്ഥ പ്രതികൾ വെള്ളി വെളിച്ചത്തിലുണ്ട്, അത് ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ളതായിരുന്നു ആ പോസ്റ്റ്. അതായത് പരോക്ഷമായി മഞ്ജു വാര്യർ വിരൽ ചൂണ്ടിയത് ദിലീപിൻ്റെ നേർക്കാണ്. ദിലീപിനെ വീണ്ടും സമൂഹത്തിൻ്റെ സംശയമുനയിലും ജനരോഷത്തിലും നിർത്തുക എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വിധി വരുന്നതുവരെ ദിലീപ് മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞിട്ടില്ല. വിധി കേട്ടതിനു ശേഷം കോടതിയിൽ നിന്നിറങ്ങി വന്നപ്പോഴാണ് സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിനു ശേഷമാണ് താൻ പ്രതിയായത് എന്ന് ദിലീപ് പറഞ്ഞത്. കുറ്റവിമുക്തനാക്കപ്പെട്ട സ്ഥിതിക്ക് സ്വാഭാവികമായും ദിലീപ് തന്നെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടികളുമായി പോകും. ഇത് തിരിച്ചറിഞ്ഞു തന്നെയായിരിക്കണം പലരും വീണ്ടും ആക്രമണം തുടങ്ങിയത്. രാജ്യമൊട്ടാകെ ശ്രദ്ധിച്ചൊരു കേസാണിത്. ദിലീപ് കോടികൾ കൊടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ ഇറക്കി എന്നാണ് അതിജീവിതയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നവരുടെ രോദനം. സ്വാഭാവികമായും ഒരു കേസിൽ പെടുമ്പോൾ സമർത്ഥരായ അഭിഭാഷകരെ വയ്ക്കും. അതാരായാലും ചെയ്യും. സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിക്കാൻ പൊതു ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കിയിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ ഇറക്കുമതി ചെയ്യുന്നത്. അതെന്താ, കേരളത്തിൽ വക്കീലന്മാർ ഇല്ലാത്തത് കൊണ്ടാണോ? സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരു TB മിനിയല്ല, ഒരു 100 TB മിനിമാരുണ്ടെങ്കിലും കഴിയില്ലെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. എന്തുകൊണ്ട് അതിജീവിത സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അഭിഭാഷകനെ വക്കാലത്ത് ഏൽപ്പിച്ചില്ല? ശരി, ഇനി സുപ്രീം കോടതി വേണ്ട. കേരളത്തിലെ അറിയപ്പെടുന്ന അഭിഭാഷകരാണല്ലോ ശാസ്തമംഗലം അജിത്തും ജോർജ് പൂന്തോട്ടവും ജോൺ റാൽഫും ഒക്കെ. എന്തുകൊണ്ട് അവരെ പോലെയുള്ള ആരെയെങ്കിലും ഏൽപ്പിച്ചില്ല? അതിജീവിതയും കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളല്ലേ. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ അവർക്കുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അഭിഭാഷകനെ ഇറക്കി വാദിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ അവർക്കുണ്ടല്ലോ. ദിലീപിൻ്റെ അഭിഭാഷകരോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ത്രാണി TB മിനിക്കില്ലെന്നും അതുകൊണ്ട് അവരെ മാറ്റി മറ്റൊരാളെ വെക്കണമെന്നും അതിനുവേണ്ട സാമ്പത്തിക സഹായം താൻ ചെയ്യാമെന്നും പലതവണ തിരുവനന്തപുരത്ത് വന്ന് ADGP B സന്ധ്യയെ കണ്ട് പറഞ്ഞെന്ന് വിധി വന്നതിനു ശേഷം ലിബർട്ടി ബഷീർ പറയുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെ ആഞ്ഞടിച്ചിരുന്നയാളാണ് ലിബർട്ടി ബഷീർ എന്നോർക്കണം. എന്തുകൊണ്ട് അതിജീവിതയോ സന്ധ്യയോ അതിജീവിതയോടൊപ്പം നിൽക്കുന്നവരോ അതിന് തയ്യാറായില്ല? TB മിനിയെ എന്നാണ് നാട്ടുകാർ കാണാൻ തുടങ്ങിയത്? ഈ കേസ് വന്നതിനു ശേഷം. സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മീശമാധവൻ സിനിമയിൽ സലിം കുമാർ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയെയാണ്. ഈ കേസിലെ യഥാർത്ഥ ഗൂഢാലോചനക്കാർ വെളിച്ചത്ത് വരരുത് എന്നുള്ളത് കൊണ്ടാണ് TB മിനി തന്നെ വാദിക്കട്ടെ എന്ന് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ ആഞ്ഞടിച്ചിരുന്ന മറ്റൊരാളാണ് ആലപ്പി അഷ്റഫ്. വിധി വന്നതിനു ശേഷം അഷ്റഫ് പറഞ്ഞത് ഗൾഫിലുള്ള ചിലർ പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടാണ് താൻ ദിലീപിനെതിരെ പറഞ്ഞത് എന്നുള്ളതാണ്.
അഷ്റഫ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒന്നാം തരം ഒരു കപടയാണ് ഭാഗ്യലക്ഷ്മി. അവർക്ക് ആരെയും എന്തും പറയാം, അവരെ ആരും ഒന്നും പറയാൻ പാടില്ല. സ്ത്രീകൾക്ക് നിയമം നൽകുന്ന അധിക പരിരക്ഷയെ സമർത്ഥമായി ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിലൊരാളാണ് ഭാഗ്യലക്ഷ്മി. ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഘോരം വാദിക്കുന്നു. അതേ സമയത്തു തന്നെ ദിലീപ് നായകനായി അഭിനയിച്ച സിനിമയിൽ നായകന്റെ അമ്മ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്ത് പണം വാങ്ങുന്നു. ആ ഭാഗ്യലക്ഷ്മിയാണ് ഇന്ന് ദിലീപിന്റെ സിനിമ വിജയിപ്പിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നത് എന്നോർക്കണം. 2 സ്ത്രീകളെ പീഡിപ്പിച്ച വേടന് ചേർത്ത് പിടിക്കുന്ന ഭാഗ്യലക്ഷ്മി ദിലീപിനെതിരെ ഇപ്പോഴും ആഞ്ഞടിക്കുന്നു. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് മനസ്സിലായോ നിഷ്കളങ്കരെ? KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ നിർത്തിവയ്പ്പിച്ച അമ്മച്ചി വേടൻ അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളാണെന്ന് കൂടി അറിയണം. വിധിന്യായത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയും കേസിന്റെ നാൾവഴികളെക്കുറിച്ച് അറിയാതെയുമാണ് കുറേ വിവരദോഷികൾ സമൂഹ മാധ്യമത്തിലൂടെ ഛർദ്ദിക്കുന്നത്. ആരെയും വിമർശിക്കാം, പക്ഷേ അത് സഭ്യമായ ഭാഷയിലായിരിക്കണമെന്ന് മാത്രം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ വായിൽ തോന്നുന്ന അഭിപ്രായം പറയുന്നവർക്കോ അറിയില്ല. ഞാൻ പറയുന്നത് സംഭവത്തെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ വിശകലനം ചെയ്തും ബാലചന്ദ്രകുമാറിനെ പോലെയുള്ളവരുടെ മൊഴികളുടെയും ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവരുടെ ഇരട്ടത്താപ്പ് നിലപാടിലെ പൊരുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞും വിധിന്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയുമാണ്. ഈ തീയും അണയും, പക്ഷേ കനൽ കിടാതെ കിടക്കും. കപടരായ ചിലരെ ദഹിപ്പിക്കുന്നതുവരെ. അത് പ്രകൃതി നിയമമാണ്.